പാട്ടും പാടിപ്പോകും ആലിൻ കൊമ്പത്തൂഞ്ഞാലാടും അണ്ണാനോടും കളികൾ ചൊല്ലും തുമ്പി ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ മുത്തശ്ശനും പെൺകുട്ടികളും കുന്നുകളിലേക്ക് നടക്കാൻ പോകാൻ തീരുമാനിച്ചു. റോട്ടൻമായ തിരിച്ചു വന്നപ്പോൾ അവരെ കാണാതെ വിഷമിച്ചു. അവർ അവരെ തിരഞ്ഞ് കുന്നുകളിലേക്ക് പോകാനായി തീരുമാനിച്ചു. പക്ഷെ റോട്ടൻമായ കൊടും മഴയിൽ അകപ്പെട്ടു. ചിലപ്പോൾ അവർ ആ ഗുഹയിൽ കയറി ഒളിച്ചു കാണും. മിസ് റോട്ടൻമായ നാളെടുക്കും തിരിച്ചു വരാൻ മിസ്? ഒരുപാടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ട് തന്നെ എന്റെ കണ്ണാടി ശരിയാക്കാൻ ഒക്ടോമൽ ക്രിസ്റ്റിന് പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രി തന്നെ ഞാൻ തിരിച്ചെത്തും. അതായത് ഞാൻ വിജയിച്ചു. വെറും 5 മിനിറ്റ് കൊണ്ട് ലുഡോ ഗെയിം കളിച്ചിങ്ങാണ്ട് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആർച്ച് വിളിക്കും. വിശ്വാസമാവുന്നില്ലേ? വെറും 1 രൂപക്ക് സുപ്പിയിൽ ലുഡോ കളിച്ച് വലിയ ക്യാഷ് പ്രൈസുകൾ നേടും. ഇതിൽ എന്റെ വിജയങ്ങൾ അപ്പോൾ തന്നെ UPI വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പ് 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ 10 കോടിയിലധികം ആളുകൾ ഇതിൽ കളിക്കുന്നു. ഇപ്പോൾ തന്നെ zuppy.com നിന്ന് സുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ട്രെയിൻ വിട്ട് കളയാൻ പാടില്ല. ലില്ലി, നീ വേണം ക്ലാരെ നന്നായി നോക്കാൻ, കേട്ടല്ലോ? ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഞാനത് വിലയിരുത്തുകയും ചെയ്യും. ഞാൻ ചെയ്യാം മിസ്. ഉത്കണ്ഠ വേണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി എന്താ വേണ്ടതെന്ന് ലില്ലിയുടെ മുത്തച്ഛൻ അറിയാം. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് വെച്ചോ യാത്ര പോവുകയല്ലേ? ഓ കൊള്ളാം, നന്ദി സർ. എങ്കിൽ ഞാനിപ്പോ പോവുകയാണ്. നമുക്ക് നാളെ രാത്രി കാണാം. ഹായ്, ഹലോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെന്താ എന്റെ വീടിന് കാവൽ നിൽക്കുകയാണോ രാവിലെ മുതൽ? എന്റെ പേര് വൂൾഫു ഗാങ്. ഈ നാടിന്റെ ഗവർണറാണ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ആ പാലത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് മുത്തച്ഛൻ. ലില്ലേ, അകത്തേക്ക് പോയിക്കോളൂ. എന്നിട്ട് വാതിലടക്കി. ആ പാലത്തിന്റെ കാര്യം എന്തായി? അത് ശപിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല അങ്കിൾ. എങ്ങനെ? ജില്ലാ കൗൺസിലറിന്റെ അഭിപ്രായം താങ്കൾ ആ പാലം പണി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ കൂടിയാണ് ഞാൻ ഈ വഴി വന്നത്. നടക്കട്ടെ. ആ പാലം താഴ്വാരത്തെയും ഇറ്റാലിയൻ മലനിരകളെയും തമ്മിൽ യോജിപ്പിക്കും. അതുവഴിയുള്ള ഒരേ ഒരു പാത ഇതായതിനാൽ മഞ്ഞുകാലത്ത് അത് തടയാനും പറ്റില്ല. ദേശീയ വരുമാനത്തിന് വളരെ നല്ലൊരു മാർഗവുമാണ്. അത് മാത്രവുമല്ല, രാഫ്രിയിലെ മുഴുവൻ ആൾക്കാർക്കും ഇത് ഉപകരിക്കും. പുതിയ കച്ചവട മാർഗങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. ഗ്രാമത്തിലെ കച്ചവടത്തെ പറ്റി ഞാൻ വ്യാകുലപ്പെടുന്നു എന്ന് കരുതുന്നുണ്ടോ? നിങ്ങളാണ് താഴ്വാരത്തിലെ അതിന്റെ പണികൾ തുടങ്ങി വെച്ച മേസ്ത്രി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ പണി പൂർത്തിയാക്കണം. ക്ഷമിക്കണം ഹാൻസ്, എനിക്കതിന് കഴിയില്ല. ഈ പാലം എന്റെ കുടുംബത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, നമുക്ക് പിന്നെ കാണാം. പക്ഷേ നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതാണല്ലോ. ഇതിന്റെ അർത്ഥം ഇതൊരു കെട്ട് പണമാണ് സാർ. എങ്കിൽ
ഇതുവരെ ആ പാലത്തിന് വേണ്ടി ചിലവാക്കിയ പണം മുഴുവൻ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അതും 6 വർഷത്തെ പലിശ അടക്കം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബംഗ്ലാവിന്റെ വിൽപ്പന നിങ്ങളുടെ ചിലവുകൾക്ക് സഹായിക്കും അങ്കിൾ. ബംഗ്ലാവോ? ഏത് ബംഗ്ലാവ്? ഇത് നല്ല ഒരു കോളാണ് സാർ. ഇതൊരു ചൂഷണമായി കണക്കിലെടുക്കരുത്. പഴയതൊക്കെ ഓർത്ത് എന്തിനാ മനസ്സ് വേദനിപ്പിക്കുന്നത്? നമുക്ക് ഈ പാലം വേണം അമ്മാവ. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കൂ. ശരി, ഞാനത് തീർക്കാം. നന്ദിയുണ്ട് അമ്മാവ. നന്ദിയുണ്ട് സാർ. ഈ കാര്യത്തിൽ താങ്കൾ സഹകരിച്ച കാര്യം ഞാൻ കൗൺസിലറോട് പ്രത്യേകമായി പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് പോകൂ. യെസ് ഗൈസ്, ഞാൻ വിജയിച്ചു. വെറും 5 മിനിറ്റ് കൊണ്ട് ലുഡോ ഗെയിം കളിച്ചിങ്ങാണ്ട് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആർച്ച് വിളിക്കും. വിശ്വാസമാവുന്നില്ലേ? വെറും 1 രൂപക്ക് സുപ്പിൽ ലുഡോ കളിച്ച് വലിയ ക്യാഷ് പ്രൈസുകൾ നേടും. ഇതിൽ എന്റെ വിജയങ്ങൾ അപ്പോൾ തന്നെ UPI വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പ് 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ 10 കോടിയിലധികം ആളുകൾ ഇതിൽ കളിക്കുന്നു. ഇപ്പോൾ തന്നെ zuppy.com നിന്ന് സുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നടക്കുന്നത്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അത്യാവശ്യമായി എനിക്ക് കുറച്ച് പണിയുണ്ട് കുട്ടി. സംസാരിക്കാൻ സമയമില്ല. മുത്തശ്ശ, ഇല്ല. തിരിച്ചു വരൂ. അങ്ങോട്ട് പോകരുത്. തിരിച്ചു വരൂ. മുത്തശ്ശ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങിക്കോളൂ. മുത്തശ്ശന് എന്താ പറ്റിയത്? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പോയി ഉറങ്ങാൻ. പീറ്റർ വരുന്നതുവരെയുള്ള ആടുകളുടെ കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞു. നമ്മൾ ഉണരാൻ താമസിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പോക്ക് നടക്കില്ലായിരുന്നു. നമുക്ക് ഭാഗ്യമുണ്ട് ചിപ്പി, നമ്മളെ ഉണർത്തിയല്ലേ. മുത്തശ്ശ, നിങ്ങൾ ഇന്നലെ ദുസ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അലർന്നത് ഞങ്ങൾ കേട്ടു. ആ ഗവർണർ പണിതു കൊടുക്കാൻ പറഞ്ഞ പാലത്തെ പറ്റിയാണോ? എനിക്ക് ആ പാലം ഇഷ്ടമല്ലേ. ഞാൻ ഈ കുടിൽ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ഇപ്പോൾ എന്റെ സമയം അത്ര നല്ലതല്ല. ഓ, ഇവിടെ ഇപ്പോൾ എന്താണ് ശരിയാക്കാനുള്ളത് മുത്തശ്ശ? ഇവിടെയെല്ലാം നന്നായിട്ടുണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇതുപോലൊരു കുടിലിന് മഞ്ഞുകാലത്തിന് ശേഷം പണികൾ ഉണ്ടാവും. മതി സംസാരം, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. നീ എന്നെ ഇന്ന് പരിശീലിക്കാൻ സഹായിക്കോ? തീർച്ചയായും ക്ലാര.
പീറ്റർ. എന്നെ ഒറ്റയ്ക്ക് വിടൂ പീറ്റർ, പ്ലീസ്. ശരി ശരി. ഞാൻ കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം എന്നെ പേടിപ്പിച്ചു. ഗവർണർ ആ പാലത്തിന്റെ പണിയെ പറ്റി പറഞ്ഞ ശേഷം മുത്തശ്ശൻ പഴയ പോലെയല്ല. മുത്തശ്ശൻ ഇന്നലെ ഒരുപാടൊന്നും സംസാരിച്ചില്ല. രാത്രിയിലോ ഭീകര സ്വപ്നം കണ്ടു, ഉറക്കത്തിൽ നിലവിളിച്ചു. നിങ്ങൾക്കറിയാമോ ആ പാലത്തിന്റെ പണി 6 വർഷം മുമ്പ് നിർത്തിവെച്ചത് എന്തിനാണെന്ന്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്തോ ഒന്ന് സംഭവിച്ചു. അന്ന് എന്തോ അപകടം സംഭവിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ചിലപ്പോ എന്റെ മുത്തശ്ശിക്ക് അറിയായിരിക്കും. വർഷങ്ങളായിട്ട് അവർ ഇവിടെയല്ലേ താമസിക്കുന്നത്. നല്ല ഐഡിയ ആണ്. നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. ശരി, ഞാൻ ആദ്യം ഈ ആടുകളെ തൊഴുത്തിൽ കെട്ടട്ടെ, എന്നിട്ട് രാത്രി ഒന്ന് കൂട്ടാം. ഓക്കെ, വരൂ. പ്ലീസ് മുത്തശ്ശി, 6 വർഷങ്ങൾക്ക് മുമ്പ് ചെകുത്താൻ പാലത്തിൽ എന്താ സംഭവിച്ചത്? എന്റെ കുഞ്ഞുമോളെ, അതൊന്നും ചെറിയ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയതല്ല. പക്ഷേ മുത്തശ്ശി, 2 ദിവസമായി എന്റെ മുത്തശ്ശൻ വളരെ അസ്വസ്ഥനാണ്. അദ്ദേഹത്തെ സഹായിക്കണം. ഓ, നിന്റെ മുത്തച്ഛൻ ചെകുത്താൻ പാലം പണിയുകയായിരുന്നു നിന്റെ അച്ഛൻ പയസിന്റെ കൂടെ. അതെല്ലാം സംഭവിച്ചത് ഒരു ഓഗസ്റ്റ് 23-നാണ്. എനിക്കെല്ലാം ഇന്നലത്തെ പോലെ ഓർക്കാൻ കഴിയുന്നു. ഞാൻ കുടിലിന് വെളിയിലിരിക്കുകയായിരുന്നു. എനിക്കപ്പോൾ അതിന്റെ പുറകുവശം കാണാം. നിന്റെ മുത്തശ്ശൻ പയസിനെയും കയ്യിലേന്തി ഓടുകയായിരുന്നു. അതൊരപകടമായിരുന്നു. അന്നു തന്നെയാണ് നിന്റെ അച്ഛൻ മരിച്ചതും. അന്നു തന്നെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട ലില്ലി, ഞങ്ങളുടെ ജീവിതത്തിലെ വിഷമം പിടിച്ച ദിവസം. പക്ഷെ എന്താണ് സംഭവിച്ചത് മുത്തശ്ശി? നിന്റെ മുത്തച്ഛൻ അത് ആരോടും പറഞ്ഞിട്ടില്ല ലില്ലി. എന്നോട് ക്ഷമിക്കൂ, ഇത്രയും എനിക്കറിയൂ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ലില്ലി? ഒരുപക്ഷെ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും. മുത്തശ്ശൻ എന്തെങ്കിലും ഓർമ്മകൾ ബംഗ്ലാവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും കണ്ടെത്തണം. താങ്ക് യു മുത്തശ്ശി. എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശനെ സഹായിക്കാൻ ഇതൊക്കെ ഉപകാരമാകും. എന്റെ മനസ്സുകൊണ്ട് ഞാനത് നേരുന്നു, എന്റെ മാലാക കുഞ്ഞേ. ഞങ്ങളും വരുന്നില്ലേ? അന്ന് ഞാൻ തെരേസയുടെ കൂടെ കളിച്ചപ്പോൾ തട്ടിൻപുറത്ത് ഞാൻ ചില നിധികൾ കണ്ടിരുന്നു. നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. പീറ്റർ, എനിക്ക് തോന്നുന്നു ഞാനെന്തോ കണ്ടെത്തിയെന്ന്. ഇതെന്താണ്? അതൊരു ക്യാമറയാണ്. ഫോട്ടോസ് എടുക്കാം. ആ ക്ലാസ്സിൽ കാണുന്ന പടങ്ങൾ നമുക്ക് പ്രിന്റ് എടുത്ത് കടലാസിലേക്ക് പകർത്താൻ കഴിയും. കുറച്ച് പടങ്ങൾ ഇതിലുണ്ടല്ലോ. ഇത് ഞാനും എന്റെ പാരന്റ്സും ആണ്. ഇതെന്റെ അമ്മ അഡ്ലേഡ്. ഇതാണ് എന്റെ അച്ഛൻ പയസ്. എത്ര മനോഹരമായിരിക്കുന്നു. അതെ, ഇതാണ് ഡേറ്റ് ആന്റി. അവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഫോട്ടോസ് ഒക്കെ ഈ ബംഗ്ലാവിൽ തന്നെ വെച്ചെടുത്തതാ. നോക്കൂ, ചെകുത്താൻ പാലത്തിന്റെ പണി നടത്തുന്ന പടങ്ങൾ. ഓഗസ്റ്റ് 23, 1880. അത് അപകടം നടന്ന ദിവസമല്ലേ? അന്ന് ഹാൻഡ്സം ഉണ്ടായിരുന്നു അവിടെ. ഇല്ല, ഞാനവിടെ ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോയിൽ നിങ്ങൾ എങ്ങനെ വന്നു?
അന്നവിടെ സാധനങ്ങളും സന്ദേശങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ അപകടം നടന്ന സമയത്ത് ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അതെ, അപകടത്തിന് മുമ്പേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനാണ് ആ പടം എടുത്തത്. നിന്റെ മുത്തച്ഛൻ പൈസനെയും കൊണ്ട് ഓടുന്നതാണ് പിന്നീട് ഞങ്ങൾ കണ്ടത്. ബാബോൾ, അരുത്. ക്ഷമിക്കണം ലില്ലി. ഒരുപക്ഷെ നീ ഇത് അറിയേണ്ട സമയം ഇതായിരിക്കും. ഒരു ഗ്രാമം മുഴുവൻ നീ അറിയണ്ട എന്ന് വിചാരിക്കുന്ന കാര്യം. എന്താ സംഭവിച്ചത്? നിന്റെ അച്ഛൻ മരിച്ചത് നിന്റെ മുത്തച്ഛൻ കാരണമാണ്. എന്നോട് ക്ഷമിക്കൂ ലില്ലി. ഇല്ല, ഇത് സത്യമല്ല. മുത്തശ്ശ, നീ ഇവിടെ എന്താ ചെയ്യുന്നു? മുത്തശ്ശ, അവർ പറഞ്ഞു അച്ഛൻ മരിച്ചത് നിങ്ങളുടെ പിഴവ് കാരണമാണെന്ന്. ഇല്ല എന്റെ കുഞ്ഞെ, അതാണോ മുത്തശ്ശന് ദുസ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? അതുകൊണ്ടാണോ? യെസ് ഗൈസ്, ഞാൻ വിജയിച്ചു. വെറും 5 മിനിറ്റ് കൊണ്ട് ലുഡോ ഗെയിം കളിച്ചിങ്ങാണ്ട് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആർച്ച് വിളിക്കും. വിശ്വാസമാവുന്നില്ലേ? വെറും ₹1 സുപ്പിയിൽ ലുഡോ കളിച്ച് വലിയ ക്യാഷ് പ്രൈസുകൾ നേടും. ഇതിൽ എന്റെ വിജയങ്ങൾ അപ്പോൾ തന്നെ UPI വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പ് 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ 10 കോടിയിലധികം ആളുകൾ ഇതിൽ കളിക്കുന്നു. ഇപ്പോൾ തന്നെ zuppy.com നിന്ന് സുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പണിയാൻ ഇഷ്ടമല്ലാത്തത് അത് നിങ്ങളുടെ പിഴവല്ല മുത്തശ്ശ. നിങ്ങൾക്കത് കഴിയില്ല. ലില്ലി, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണോ? അത് നിങ്ങളുടെ പിഴവാണോ? അതെ, എന്റെ പിഴവ്. ലില്ലി, കുഞ്ഞേ, വേണ്ട. മുത്തശ്ശ, മോളെ, നീ ജനിച്ച ശേഷം ഞങ്ങൾ ബംഗ്ലാവിൽ തന്നെയായിരുന്നു. നീയും നിന്റെ അച്ഛനും അമ്മയും പിന്നെ ഞാനും. പിന്നെ അവളുടെ മുത്തച്ഛനെ പോലെയും അല്ലേ അച്ഛ? വയസ്സിന്റെ കൂടെ പണി ചെയ്യുന്നതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ. ഈ പാലം മുഴുവൻ പണിയേണ്ടത് പില്ലറുകളും ബീമും വെച്ചിട്ടായിരുന്നു. ഇതിൽ ലോഹങ്ങൾ ഉൾപ്പെടുത്തി പണിയാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ ജില്ലക്കാർക്ക് വേണ്ടി ഈ പാലം പണിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മഹത്തായ പണിയായിരിക്കും. എല്ലാം നന്നായി തന്നെ നടക്കുകയാണ്. പക്ഷെ എല്ലാ നല്ല കാര്യങ്ങളും ഒരുമിച്ച് നടക്കുകയില്ല. ഇത് ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് അച്ഛാ. ഇതിൽ ഇനി ഒന്നും സംസാരിക്കാനില്ല. ഒരു ദിവസം പയസ്സനോട് പറഞ്ഞു അമ്മയെയും കൊണ്ട് നഗരത്തിലേക്ക് മാറണമെന്ന്. കുറെ കൂടി നല്ലൊരു ജീവിതത്തിന് വേണ്ടി. ഞാൻ ഇപ്പോഴും നിന്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മാത്രമേ നിനക്ക് പോകാൻ കഴിയൂ. വഴക്കിട്ട ആ ദിവസം വയസ്സ് വീണ്ടും പാലത്തിന്റെ പണി തുടരാനായി പോയി. അവൻ ചവിട്ടിയത് ഒരു പാഴ് പലകമേലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവനെ രക്ഷിക്കാനായി ശ്രമിച്ചു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അമ്മ അതിനുശേഷം കിടപ്പിലായി. അവൾക്ക് ആ വേദന താങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് ഞങ്ങൾ വഴക്കിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ആ ഗ്രാമം വിട്ടു. ഈ മലയിലേക്ക് താമസം മാറ്റി.
ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് തീരുമാനിച്ചു. ഈ പാലം എനിക്ക് വേണ്ടതെല്ലാം കൊണ്ടുപോയി, എന്നെ ഉൾപ്പെടെ. അതൊരു അപകടമായിരുന്നു മുത്തശ്ശ. അല്ലാതെ നിങ്ങളുടെ പിഴവ് കാരണമല്ല അത് പൊളിഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിനി നിങ്ങളെ വിട്ട് പോകില്ല മുത്തശ്ശ. മുത്തശ്ശന് ഇതിൽ വളരെ ചെറുപ്പമായിരിക്കുന്നു. പിന്നെ ഇത് നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. വയസ്സിന്റെ ആദ്യത്തെ തടിപ്പണിയാണിത്. ഇത് അവന് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കലും തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്നില്ല. ഞാൻ ആകെ അവശയായി. മിസ് തിരിച്ചെത്തിയോ? കണ്ണാടിയും ശരിയാക്കിയല്ലേ? അതെ, ഈ ആദ്യ യെസ് ഗൈസ്, ഞാൻ വിജയിച്ചു. വെറും 5 മിനിറ്റ് കൊണ്ട് ലുഡോ ഗെയിം കളിച്ചിങ്ങാണ്ട് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ആർച്ച് വിളിക്കും. വിശ്വാസമാവുന്നില്ലേ? വെറും 1 രൂപക്ക് സുപ്പിയിൽ ലുഡോ കളിച്ച് വലിയ ക്യാഷ് പ്രൈസുകൾ നേടും. ഇതിൽ എന്റെ വിജയങ്ങൾ അപ്പോൾ തന്നെ UPI വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പ് 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ 10 കോടിയിലധികം ആളുകൾ ഇതിൽ കളിക്കുന്നു. ഇപ്പോൾ തന്നെ zuppy.com നിന്ന് സുപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ ഉദ്ദേശം തന്നെ അതായിരുന്നില്ലേ ക്ലാരെ? എന്നെ കാണാൻ തോന്നിയില്ലേ? തീർച്ചയായിട്ടും മിസ്. നന്നായി, എനിക്കും അങ്ങനെ തന്നെ. ഞാൻ കഷ്ടപ്പെട്ട് കാത്തു നിൽക്കുകയായിരുന്നു കണ്ണാടി ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടി. ഓ ലില്ലി, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല മിസ്. എല്ലാ ദിവസത്തെയും പോലെ മലനിരകളിൽ കറങ്ങി നടന്നു. തിരിച്ചു വരൂ. ചെല്ലക്കറ്റിൻ വണ്ണച്ചിറകിൽ ഹോളിപ്പാട്ടും പാടിപ്പോകും